ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി സഖാവ് സേവ്യറ. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന MLA ആണ് നിങ്ങളുടേത്. ഏത് പ്രദേശത്തെ ഒരു വികസന പ്രവർത്തനം അദ്ദേഹം മുൻകൈയെടുത്ത് നടത്താത്തുള്ളത്? നിങ്ങൾ പരിസരത്ത് കണ്ണു തുറന്ന് നോക്കിക്കോ. ആ കാര്യമൊന്ന് പറയണ്ടേ? ഇനി ചെയ്യാനുള്ള കാര്യവും പറയണം. അത് ന്യായമാണ്. ആവശ്യം ആളുകൾ പറയും. വർഗീയതക്കെതിരായ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്, യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്കും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയ്ക്കും പോരാട്ടങ്ങളുടെ മുഖത്തും തളരാതെ നിന്ന ഉശിരനായ ആളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി. DYFI നേതാവാക്കുമ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ നടന്ന സമരങ്ങളിൽ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനമേക്കുമ്പോഴും സ്വന്തം രാഷ്ട്രീയ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പിന്തിരിഞ്ഞോടാതെ ജനങ്ങളുടെ മുമ്പേ നിന്ന നേതാവിന്റെ പേരാണ് സേവ്യർ ചിറ്റലപ്പള്ളി. അത്തരമൊരാളല്ലേ, ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഒരാളല്ലേ ജയിച്ചു വരേണ്ടത്? ജയിച്ചു വന്നാൽ പോരല്ലോ. കഴിഞ്ഞ തവണത്തെ നിങ്ങൾ റെക്കോർഡിട്ടൊരു ഭൂരിപക്ഷമുണ്ട്. മുമ്പത്തെ തവണ നിങ്ങൾ കാണിച്ച ഒരു പെശക്, 43 വോട്ടിന്റെ ഒരു പെശക് അല്ലേ, അത് നിങ്ങൾ കഴിഞ്ഞ തവണ തിരുത്തി. 15,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം കൊണ്ട് ആ തെറ്റ് തിരുത്തിയവരാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ടൊരു ബാധ്യത വന്നു. എന്താ ബാധ്യത? ഇതും 15,000-ൽ കുറവിൽ പോകാൻ പറ്റുമോ? ഇനി 15,000-ൽ കുറഞ്ഞ നമ്മളെ കൊണ്ട് പിന്നെ എന്തിനു കൊള്ളും? ആ വെല്ലുവിളിയുണ്ട്. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവാർഡിനേക്കാൾ പുറകിലേക്ക് പോകാൻ പറ്റില്ല റൈസോമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിലേക്ക് കൂടുതൽ ആളുകൾ അടുപ്പിക്കാൻ, ഈ വികസനത്തിനോടൊക്കെ മനസ്സ് ചേർക്കുന്ന വലതുപക്ഷത്തിന്റെ ആളുകളുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്. എല്ലാവരെയും സമീപിക്കണം. അവിടേക്ക് പോണ്ട ഇവിടേക്ക് പോണ്ടെന്ന് വെക്കണ്ട, എല്ലാവരെയും കാണണം. അതിൻ്റെ ഭാഗമായി ഈ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങളുടെ കൂടെ ഈ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വടക്കാഞ്ചേരിയിൽ നിന്നാകണം എന്ന ആഗ്രഹം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മളെ ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു വന്ന ചിലരുണ്ടല്ലോ. ഇന്നലത്തെ ഗ്രൂപ്പ് വഴക്കിന്റെ ഒക്കെ ഭാഗമായി എത്ര ആളായിരുന്നു വടക്കാഞ്ചേരിയിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ? എത്ര ആളായിരുന്നു? എത്ര പേരായിരുന്നു ഡൽഹിയിൽ? തീർന്നോ പ്രശ്നങ്ങൾ? വടക്കാഞ്ചേരിയിലെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ തീർന്നോ? ഈ തല്ലുകൂടുന്ന കമ്പനിയെ, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഇപ്പോ വിഴുപ്പലക്കുന്ന ഈ കമ്പനിയെ കേരളത്തിന്റെ ഭരണം ഏൽപ്പിക്കാമോ? 2011-ഉം 16-നേക്കാൾ കഷ്ടമാവും. അത്തരം പരസ്പരം മിണ്ടാൻ കഴിയാത്ത ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അവരുടെ കൂടെ നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ ആശയോടെ, നാളത്തെ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തോടെ ഉറ്റുനോക്കുന്നു. അവരുടെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളും. ഓരോരുത്തരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തനം. നമ്മളിലൂടെ അവര് ഇടതുപക്ഷ ഗവൺമെന്റിനെ കാണുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ കാണാൻ 27-ാം തീയതി വൈകുന്നേരം ഇവിടെ വരുന്നുണ്ട്. ഓട്ടുപാറയിൽ തന്നെ. ഇന്ന് വരെ വടക്കാഞ്ചേരി മണ്ഡലം കണ്ടിട്ടില്ലാത്ത ജനസഞ്ചയം കൊണ്ട് അത്ഭുതപ്പെടുന്ന തെരഞ്ഞെടുപ്പ് റാലിയായി ആ തെരഞ്ഞെടുപ്പ് റാലി മാറണം. അപ്പൊ ഇന്ന് ഗംഭീരായാലോ അറിഞ്ഞിരിക്കുകയല്ല. ഇന്ന് നിങ്ങൾ ഗംഭീരാക്കിയോണ്ട് ഇരട്ടി പണി. അതാ ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം കൊണ്ട് കൂടുതലുണ്ടാകണം. അപ്പം നമ്മുടെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ കാശ് വേണ്ടേ? എങ്ങനെയാ കാശ് ഉണ്ടാക്കിയിട്ട്? നോട്ടടിച്ചു വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു. നാട്ടുകാരോട് കാശ് ചോദിച്ച് ആ കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ചെയ്തത്. ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വിശ്രമരഹിതമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടയാളം ഇവിടുത്തെ മനുഷ്യ മനസ്സിൽ വികസനത്തിന്റെ ചിത്രമായി പതിയണം എന്ന് മാത്രം സൂചിപ്പിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. സ്ഥാനാർത്ഥി സഹ സേവ്യർ ചിറ്റലപ്പള്ളി ഈ സമ്മേളനത്തെ ആദ്യമായി അഭിവാദ്യം ചെയ്തു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സോമേട്ടൻ, വേദിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത
CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് AC മൊയ്തീൻ, കൺവെൻഷനിലെ നൂറുകണക്കിന് LDF പ്രവർത്തകരാണ് ഇന്ന് വടക്കാഞ്ചേരിയിൽ എത്തിച്ചേർന്ന് അനുഗ്രഹ ഓഡിറ്റോറിയത്തിലെ തിങ്ങി നിറഞ്ഞത്. രാവിലെ നോമിനേഷൻ സൂക്ഷ്മ പരിശോധന, അതാണ് കുറച്ച് സമയമെടുത്തത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ പഞ്ചായത്ത് കൺവെൻഷനുകളിലും ലോക്കൽ കൺവെൻഷനുകളും പങ്കെടുത്തിരുന്നു. അപ്പോൾ വന്ന എല്ലാ സഖാക്കളെയും ആദ്യമേ അഭിവാദ്യം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും ഇപ്പോൾ നടന്ന അഭിവാദ്യ പ്രസംഗങ്ങളിലുമെല്ലാം പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഇവിടെ പ്രതിപാദിച്ചു കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 കൊല്ലം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക്, ഒരു തരത്തിലുള്ള ഒഴിവെടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും ജനപ്രതിനിധിയുടെയും പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായ നിരന്തരമായ ഇടപെടലുകളിലായിരുന്നു എന്നുള്ളതാണ്. നിയമസഭാ സാമാജികർക്ക് പഠനത്തിൻ്റെ ഭാഗമായി ഒക്കെ സഞ്ചരിക്കാം. അത്തരം സഞ്ചാരങ്ങൾക്കൊന്നും ആ നിലയിൽ കഴിയാത്ത നിലയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്കൊപ്പം പദ്ധതികളോടൊപ്പം സഞ്ചരിക്കുക തന്നെയായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളോടുള്ള വ്യക്തിബന്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരേ സമയം നീതി പുലർത്താൻ കഴിയാതിരിക്കുന്ന ഒട്ടേറെ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കല്യാണത്തിന്, ചിലപ്പോൾ ആ വീട്ടിലെ വളരെ അടിയന്തരമായ ഒരു ആവശ്യത്തിനൊക്കെ ഒരുപക്ഷെ എത്തിപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ കുറച്ചൊക്കെ പരിഭവം കാണിക്കുമെങ്കിലും പിന്നീട് അതെല്ലാം തന്നെ മാറ്റി ഈ ഗൗരവപ്പെട്ട പ്രവർത്തനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പിന്നീട് തിരിച്ചറിയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതിങ്ങനെ പറയുന്നത്, നേരത്തെ പൊതുപ്രവർത്തനത്തിനോടൊപ്പം ജനപ്രതിനിധി എന്ന രീതിയിൽ നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം ചെയ്തത്. അങ്ങനെ തുടരുമ്പോൾ നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന് പരിമിതികളുണ്ട്. നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും പരിമിതികളുണ്ടെങ്കിലും കുറേ കൂടി നമുക്ക് ഇടപെടാൻ കഴിയുന്ന സാഹചര്യം, പ്രത്യേകിച്ച് നമ്മളൊരു യോഗമൊക്കെ വിളിച്ചാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരണം. അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോട്ടോക്കോളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. അതിൽ പലപ്പോഴും ഇങ്ങോട്ട് വിളിക്കുകയല്ല ചെയ്തിരുന്നത്, അങ്ങോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ സഞ്ചരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായാണ് ഒരുപക്ഷെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ 4000-ൽ പരം പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 4000-ൽ പരം പട്ടയം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാഴ്ചയല്ല. എന്നാൽ 50 കൊല്ലമായി വിവിധ കാരണങ്ങളാൽ, ചിലത് പാറ പുറമ്പോക്കാവും, ചിലത് BTR-നകത്ത് മറ്റെന്തെങ്കിലും തടസ്സങ്ങളുള്ളതാകും, ചിലത് റവന്യൂ നടപടികളിൽ ഞാനത് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നേരത്തെ പട്ടയം കൊടുത്തവയാകും, പക്ഷെ ഇപ്പം താമസിക്കുന്നവരാണ് യഥാർത്ഥ അവകാശികൾ. അവർക്ക് നിലവിൽ പട്ടയം ഉള്ളതുകൊണ്ട് അത് കൊടുക്കാൻ തടസ്സമുള്ളതുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ
നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പട്ടയ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് തരംതിരിക്കുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ, പഞ്ചായത്ത് മെമ്പർ എന്നുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ്. എല്ലാവരും പട്ടയത്തിന് അപേക്ഷ കൊടുക്കും. അപ്പോൾ നമുക്ക് PWD പുറമ്പോക്കിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല, ഇറിഗേഷൻ പുറമ്പോക്കിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ BTR അനുസരിച്ചുള്ളവയ്ക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതെങ്ങനെ നടപ്പാക്കാം? ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി നമ്മുടെ ജില്ലക്കാരൻ കൂടിയാണ്. നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് യുവജന സംഘടനയ്ക്കകത്തുണ്ടായിരുന്നതാണ്. വലിയ ചർച്ച ഞങ്ങൾ നടത്തുകയുണ്ടായി. റവന്യൂ കമ്മീഷണറേറ്റ് ഉൾപ്പെടെയുള്ളവർ ആ ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കളക്ടറുടെ നിലവാരത്തിൽ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള റവന്യൂ നിയമങ്ങളെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ടുള്ള ഉത്തരവ് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ഇടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇടുന്നതിന് വേണ്ടി ഒരു സബ്മിഷൻ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കുകയും അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മണ്ഡലത്തിലെ ഈ പ്രധാനപ്പെട്ട പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് നിയമസഭയ്ക്കകത്ത് ഉറപ്പ് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞത്, ആ പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. ഞാൻ അതിൻ്റെ എല്ലാ നാൾവഴികളും പറയാൻ വേണ്ടിയല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വികസന പ്രശ്നങ്ങളിൽ ഓരോന്നും. ഇപ്പോൾ നമ്മുടെ വികസന സപ്ലിമെൻ്റ് ആ പുസ്തകം ഞങ്ങൾ എനം തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. എനം തിരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ചർച്ചയും നമുക്കാവാം. എനം തിരിച്ചു പറഞ്ഞ ആ വികസന രേഖയിൽ 1279 കോടി രൂപ എന്ന് പറയുമ്പോൾ ഈ മാസം 11-ാം തീയതി വീണ്ടും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ നമ്മുടെ VHSCക്ക് 1 കോടി രൂപ കൂടി ഭരണാനുമതിയായിട്ടുണ്ട്. അപ്പം അത് കൃത്യം 80 ഈ 11-ാം തീയതിയാണ് അത് ഭരണാനുമതിയായത്. ഞങ്ങൾ ചേർത്തിട്ടില്ല. ആ പുസ്തകത്തിൽ തന്നെ ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 325 കോടി രൂപ വേറെയും ഉണ്ട്. അത് ഇതിലേക്ക് ഇറക്കി എഴുതിയിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് 1500 കോടി രൂപ എന്നങ്ങ് പറയാമായിരുന്നു. അപ്പം ഇത് ഈ മണ്ഡലത്തെ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നന്നായി പരിഗണിച്ചു എന്നാണ് ഇതിൽ അർത്ഥം വയ്ക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാം പിണറായി ഗവൺമെന്റ്. അപ്പൊ ഒന്നാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് എന്താ സംഭവിച്ചത്? ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്താണ് കിഫ്ബിയെ ശക്തിപ്പെടുത്തിയത്. ഏത് നിയോജക മണ്ഡലത്തിലെ MLA-മാർ ചോദിച്ചാലും, ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും, വാരിക്കോരി തോമസ് ഐസക്ക് പദ്ധതികളും പണവും കൊടുത്തിരുന്നു. അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ, ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ തയ്യാറാകാതെ തികച്ചും വിമർശനാത്മകമായ നിലപാട് സ്വീകരിച്ച് അതിനെതിരായ പ്രതിപക്ഷ റോളിൽ നിന്ന പലരും തങ്ങളുടെ മണ്ഡലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ തികഞ്ഞ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ തന്നെ നെഗറ്റീവായി അവതരിപ്പിച്ച് കേസ് കൊടുത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവുമാണ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഘട്ടത്തിലാണ് 2021 ഈ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ MLA എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എന്നെ തെരഞ്ഞെടുക്കുന്നത്. ആ 5 കൊല്ലക്കാലം ഈ പദ്ധതികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിരന്തരമായ പരിശ്രമമാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഈ പദ്ധതികൾ എത്തിയത്. ഇപ്പോൾ 1279 കോടി രൂപയിലെ പൂർത്തിയായവ ഉണ്ട്, പൂർത്തിയായ പദ്ധതികളുണ്ട്. 80% പൂർത്തിയായവയുണ്ട്, തുടങ്ങിയവയുണ്ട്, തുടങ്ങി വിവിധ സ്റ്റേജുകളിലുള്ളവയുണ്ട്, ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചവയുണ്ട്, ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ചവയുണ്ട്, ഭരണാനുമതി ലഭിച്ചവയുണ്ട്. ഇങ്ങനെയാണത്. ഈ തട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പൂർത്തിയാക്കണം, തുടരണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്
അനിവാര്യമാണ്. മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെടുക എന്നതുകൂടി ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. അതിൽ മറ്റൊരു കാര്യം കൂടി പറയാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം, നാം രൂപകൽപ്പന ചെയ്യുകയും വിഭാവനം ചെയ്യുകയും ചെയ്തൊരു പദ്ധതി, ആ പദ്ധതിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ വികസനം തുടർച്ചയാണ് എന്ന് പറയുമ്പോൾ വിഭാവനം ചെയ്ത പദ്ധതിയെ ആ അളവിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ വിഭാവനം ചെയ്ത സംവിധാനത്തിന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ഒട്ടേറെയുണ്ട്. ഞാൻ ഉദാഹരണങ്ങൾ പറയുകയല്ല. ഇപ്പോൾ നമ്മൾ 4.5 കോടി രൂപ ചെലവ് വരുന്ന നമ്മുടെ അമലയിലെ വനിതാ അമ്യൂണിറ്റി സെൻറ്റർ ഇപ്പം ടെൻഡർ കഴിഞ്ഞ് നിർമ്മാണം ആരംഭിക്കുന്നത് 2 കോടി രൂപയ്ക്കാണ്. ഈ ബജറ്റിൽ 1 കോടി രൂപ കൂടി വച്ചിട്ടുണ്ട്. അപ്പം അത് 3 കോടി രൂപയായി. ആ 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി അടുത്ത 1.5 കോടി കൂടി വയ്ക്കുമ്പോഴാണ് എന്താവുക, അത് പൂർണ്ണതയിലേക്ക് എത്തുക. ഇപ്പം 3 കോടിയുണ്ട്, 2 കോടിയുടെ ടെൻഡറാണ്. അപ്പം ഒരു പദ്ധതിയും നേരത്തെ കൂട്ടി ആവശ്യമായ മൊത്തം തുക, അല്ലേ, ഒരു പദ്ധതി രൂപപ്പെടുന്നതിന് ഭൂമി വേണം, ആ സംവിധാനങ്ങൾ വേണം. അപ്പോൾ നമ്മൾ പറയൂലോ, ഈ ഫാലാരിഷ്ടതകൾ എന്ന് പൊതുവിൽ സൂചിപ്പിക്കുന്ന പോലെ ഏതൊരു വികസന പ്രവർത്തനത്തിനും അതിൻ്റെ തുടക്കത്തിലുള്ള കുറവുകളെ പരിഹരിച്ചാണ് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുക. ആ നിലയിലാണ് ആ വിഭാവനം. അതുകൊണ്ട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണതയിലെത്തിക്കാൻ ഗവൺമെന്റിന്റെ തുടർച്ചയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ വിജയിക്കുകയും വേണം എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, നേരത്തെയുള്ള പൊതുപ്രവർത്തനാനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ 5 കൊല്ലത്തെ അനുഭവങ്ങൾ. ഈ 5 കൊല്ലത്തെ അനുഭവങ്ങൾ കുറെ കൂടി കരുത്ത് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി വ്യക്തിപരമായി തന്നെ നേടാനായിട്ടുണ്ട്. അത് വ്യക്തിപരം തന്നെയാണ്. നമ്മൾ ആർജിച്ചെടുക്കുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കരുത്താണ്. ആ കരുത്ത് പൂർണ്ണമായും അടുത്ത 5 കൊല്ലക്കാലം കൃത്യമായി നിന്നുപയോഗിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കാകെ. കൃത്യമായി നിന്ന് നിർവഹിക്കാൻ വേണ്ടി കഴിയും. കാരണം 12 കോടി രൂപ കായിക രംഗത്ത് നമ്മൾ ഇപ്പൊ ഭരണാനുമതി വാങ്ങിയിട്ടുണ്ട്. 5 കോടി രൂപ നിർവഹണം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി 5 കോടി രൂപ ടെൻഡർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ എല്ലാ പദ്ധതികളിലും നമ്മുടെ ടൂറിസം പദ്ധതി 20 കോടി രൂപയാണ്. അതിൽ 13 കോടി രൂപ ടെൻഡർ കഴിഞ്ഞ് നിർമ്മാണം ആരംഭിച്ചു. ബാക്കി നമ്മുടെ വിവിധ സ്റ്റേജിലാണ്. ഇങ്ങനെ അപ്പം അത് പൂർത്തിയാക്കാൻ ആവശ്യമായ ഒരു ഉൾക്കരുത്ത് നമുക്കുണ്ട്. ജനവിധിയും അതിൻ്റെ ഭാഗമായുള്ള പിന്തുണയുമാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ അനുഭവങ്ങൾ കഴിഞ്ഞ ഒരു 3-3.5 പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയിൽ പൊതുപ്രവർത്തനാനുഭവത്തിൻ്റെ ഭാഗമായി ആർജിച്ചെടുത്ത ഈ അനുഭവങ്ങൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ പൊതുവായ വികസനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായും ആ ചുമതല നിർവഹിക്കാനുള്ള ജനകീയ അംഗീകാരം ലഭിക്കും എന്ന് എനിക്കുറപ്പാണ്. ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിലെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വിജയിപ്പിക്കണം എന്നുകൂടി ഈ കൺവെൻഷൻ്റെ മുന്നിൽ ബഹുമാന പുരസ്സരം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സഹോദരൻ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ പേരിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു വെബ്സൈറ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.